ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഞാനിന്ന് എസ്തർ എന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഒരു വാഗ്ദത്തം, ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറായിട്ട്. കാരണം വാഗ്ദത്തം കേൾക്കുന്നവരെ നമ്മളെല്ലാവരും, കാരണം പല ദേവദാസൻ പ്രവാചകന്മാരിലൂടെ ഒക്കെ ഒത്തിരി വാഗ്ദത്തം കേട്ട ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ വാഗ്ദത്തങ്ങൾ നിവർത്തിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ വാഗ്ദത്തം സംഭവിക്കുന്നില്ല. പലരും പറയാറുണ്ട്, ആ ദേവദാസൻ എന്നോട് വാഗ്ദത്തം പറയും, പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദേവദാസി എന്നോട് വാഗ്ദത്തം പറഞ്ഞതാ, പക്ഷേ അത് നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നു. പലപ്പോഴും നമ്മൾ അവർ പ്രവചിച്ചത് കള്ളപ്രവചനമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കള്ളമാണ്, അല്ലെങ്കിൽ തെറ്റാണ്, അവർ പറഞ്ഞത് കള്ളത്തനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം അല്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പ്രിയ മക്കളെ, ഞാൻ ഈ ദിവസങ്ങൾ ദൈവത്തോട് പലപ്പോഴും ഞാനും വാഗ്ദത്തങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും ദൈവം നിവർത്തിയിരിക്കാനിടയായിട്ടുണ്ട്. എന്നാൽ പല വാഗ്ദത്തങ്ങൾ എല്ലാം മിക്കതും ദൈവം നമ്മളോട് പറയും, ഇങ്ങനൊരു വാഗ്ദത്തം അവരോട് പറയുക, ഞാനത് ചെയ്യുമെന്ന് പറയും. പക്ഷേ അതൊക്കെ നിവർത്തീകരിക്കാറ്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഞാനൊരു വ്യക്തിയോട് ഒരു വാഗ്ദത്തം പറഞ്ഞായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞതാണ് എന്നുവെച്ചാൽ ആ വ്യക്തി പറഞ്ഞു, നിശ്ചയമായിട്ട് ദൈവം അത് ചെയ്യും എന്ന് കർത്താവ് പറയുവാനിടയായി. എന്നാൽ കുറേ കുറവുകൾ ആ വ്യക്തിയിലുണ്ടായിരുന്നു. ആ കുറവുകൾ ദൈവം എന്നോട് പറഞ്ഞു, ആ കുറവുകൾ നീ പറയുക, അതെല്ലാം ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വൻ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യും, ഇന്നുവരെ സംഭവിക്കാത്ത അത്ഭുതം ദൈവം ചെയ്യുമെന്ന് പറയാനിടയായി. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ എടുത്ത് പറയാനായിട്ട് സംസാരിച്ചു. ഇന്ന കാര്യങ്ങൾ അവരോട് പറയുക, അത് ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ആ വാഗ്ദത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. മറ്റൊരു വിഷയവും മറ്റൊരു കാര്യങ്ങളോ അന്വേഷിക്കാനോ ആരുടെ കാര്യം അന്വേഷിക്കാനോ മറ്റൊന്നും ചെയ്യാൻ കടന്നു പോകരുത് എന്ന് പ്രത്യേകം പറയുവാനിടയായി. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ദൈവം എന്താണോ പറഞ്ഞത് അതിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും, ആ സമയം ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ആ വാഗ്ദത്തം നിവർത്തീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, പക്ഷേ നേരത്തെ എന്നോട് ദൈവം സംസാരിച്ചു, ഞാൻ അതിൽ ചിലരോട് സംസാരിച്ചു, ഇനി എന്നെ ഒരിക്കലും ഇതിനെതിരെ ഇന്ന വിഷയമുണ്ട്, അതുകൊണ്ട് എന്നെ ഒരിക്കലും എന്ത് പറയരുത്, എന്നെ തെറ്റ് പറയരുത്. കാരണം ദൈവം എന്നെ കാണിച്ച കാര്യം ആ വാഗ്ദത്തം ഇനി ഒരിക്കലും ആ വാഗ്ദത്തം ചെയ്യുകയില്ല എന്ന് പറയും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് കർത്താവേ ഇനി ഇത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കുറ്റം പറയും, വാഗ്ദത്തം പറഞ്ഞവരെ അല്ലെങ്കിൽ ദേവദാസന്മാരെ കുറ്റം പറയും. ഒന്നും നമുക്കറിയാമോ, കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കണമെങ്കിൽ നീ പറയുന്നത് അനുസരിച്ച് ദൈവസ്നേഹിക്കണം. ദൈവസന്നിധി നമ്മൾ അനുസരണയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിയോടെ നിൽക്കണം, വ്യവസ്ഥയോടെ നിൽക്കണം. എന്നാൽ മാത്രമേ ദൈവം നമുക്ക് പറഞ്ഞ വാഗ്ദത്തം സംഭവിക്കുള്ളൂ. ദൈവം എന്താണോ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുകയും ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയും ചെയ്തിട്ട് നമ്മുടെ വാഗ്ദത്തം നിവർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ട് വാഗ്ദത്തം സംഭവിച്ചില്ല. ഇവിടെ എന്നെ ചില കാര്യങ്ങൾ ദൈവം സംസാരിപ്പാനിടയായി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് കർത്താവ് നീ ആ വാഗ്ദത്തം മാറ്റി? അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഒന്ന്, അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം പറഞ്ഞു, അതിന് കാലതാമസം വന്നു. കാരണം എന്താണ്? സാറ ചിരിച്ചു. സാറ അത് വിശ്വസിച്ചില്ല. കാരണം അവിടെ ആ സാഹചര്യം നോക്കിയിട്ട് സാറ പറഞ്ഞു, ഇതൊരിക്കലും സംഭവിക്കില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ആ വാഗ്ദത്തം 25 സംവത്സരം കഴിഞ്ഞിട്ട് ഇസഹാക്കിന് ദൈവം ആ വാഗ്ദത്തം ഇസഹാക്കിനെ കൊടുത്തത്. അപ്പോൾ ആ വാഗ്ദത്തം ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, അതിന് കാലതാമസമുണ്ടാകുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ദാനിയേൽ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ശൗലിനെ നിയമിച്ചു. പക്ഷേ അവൻ ചെയ്യാൻ കാലത്ത് പ്രാർത്ഥന ചെയ്തപ്പോൾ ആ ദൈവം തന്നെ എന്ത് ചെയ്തു? അവനെ ആ രാജസ്ഥാനത്ത് നിന്ന് മാറ്റുവാനായിട്ട് ഇടയായി. അവൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. പിന്നെ പറഞ്ഞ കാര്യം, മോശെ കനാൽ ദേശത്ത് എത്തിക്കുമെന്നത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത് ദൈവമാണ്. പക്ഷേ പിന്നത്തെ ദൈവം എന്തോ പറഞ്ഞു, മോശെ കനാൽ ദേശം കാണുകയില്ല, വാഗ്ദത്ത ദേശം കാണുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം, എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല? ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക, ഒരു ദേവദാസി നമ്മളോട് വാഗ്ദത്തം പറയും, അല്ലെങ്കിൽ ഒരു ദേവദാസി പറയും, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് വാഗ്ദത്തം പറയുമ്പോൾ അവർ പറഞ്ഞത് കൊണ്ട് അത് സംഭവിക്കണം. ഞാൻ എൻ്റെ
ലെവലിൽ പോവാം. ഞാൻ എങ്ങനെയോ ജീവിച്ചിട്ട് വാഗ്ദത്തം പറയുന്നവർ കുറ്റം പറയുക, അല്ലെങ്കിൽ പ്രവചനം കേൾക്കുന്നവർ പ്രവചിക്കുന്നവർ കുറ്റം പറയുക എന്നൊക്കെ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു വാഗ്ദത്തം പറഞ്ഞു, അത് ആത്മാവിലാണ് പറഞ്ഞുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മളെ തന്നെ ദൈവത്തിന് താഴ്ത്തി കൊടുത്ത് നമ്മൾ ദൈവസ്ഥനിൽ എത്രത്തോളം താഴ്മയോടെ ഇരിക്കുമോ, പ്രാർത്ഥിക്കുമോ, ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ദൈവം വാഗ്ദത്തം പറഞ്ഞ് വിശ്വസ്തനാണ്, ഒരിക്കലും മാറ്റി പറയണ്ടേ. പക്ഷെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാതെ മറ്റുള്ള മേൽ പഴിച്ചാരുമ്പോൾ ദൈവം വീണ്ടും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും വാഗ്ദത്തം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ പഴിച്ചായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിയുടെ കുറ്റമാണ്, കുറവാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്ന് പ്രാർത്ഥിച്ച് ആ വാഗ്ദത്തം പറയുമ്പോൾ തന്നെ അത് കേട്ട് അതിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നമ്മൾ ആ വാഗ്ദത്തത്തിന് ഒത്തവണ്ണമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ മറ്റുള്ളവരെ പഴിച്ചാരി കുറ്റം പറഞ്ഞ് വാഗ്ദത്തം പ്രാപിച്ച് അതുകൊണ്ട് അവർ കള്ളരാണ്, കള്ളം പറഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവരുടെ മേൽ പഴിച്ചാരുമ്പോൾ വീണ്ടും നമ്മുടെ വാഗ്ദത്തത്തിന് മേൽ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ തന്നെയാണ് അതിന് കുറ്റക്കാരായി തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നിങ്ങൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ വിശുദ്ധിയോടെ വ്യവസ്ഥയോടെ ദൈവത്തിന് നിന്ന് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് പ്രാർത്ഥിച്ച് ആ വാഗ്ദത്തത്തിന് വേണ്ടി മാത്രം ദൈവത്തിന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ വാഗ്ദത്തം, ആ വ്യക്തിയല്ല നിങ്ങൾ നോക്കേണ്ടത്, കർത്താവാണോ നമ്മളോട് പറഞ്ഞതെങ്കിൽ നിശ്ചയമായ ആ ദൈവം നിവൃത്തീകരിക്കും. പക്ഷേ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് നീ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്തിട്ട് ആ വാഗ്ദത്തത്തെ അകറ്റിക്കളയാനല്ല, എടുത്തു മാറ്റാനല്ല. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്, പക്ഷേ വാക്കുമാറാത്ത ദൈവം. പക്ഷേ ആ വാഗ്ദത്തത്തിന് ഒത്തവണ്ണം നമ്മൾ പ്രാപിച്ചെടുപ്പാൻ നമ്മളെ തന്നെ ദൈവത്തിന് താഴ്ത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവകൃപയാൽ നിന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, സ്തോത്രം ചെയ്ത് പിതാവ്. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങണമേ കർത്താവേ. അവരെ ദൈവം അനുഗ്രഹിച്ച് മാനിക്കണമേ. ആ പ്രിയ മക്കളുടെ മേൽ ദൈവകൃപ വെളിപ്പെടുത്തുക. ഈ ദിവസങ്ങൾ അവർ കേട്ട വാഗ്ദത്തത്തിന് കർത്താവേ അവരെ തന്നെ താഴ്ത്തി അവർ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് പ്രാർത്ഥിച്ച് വാഗ്ദത്തം പ്രാപിപ്പാൻ സകല ജനത്തിനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കാനും ലഭിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.